ഇസ്രായേൽ അമേരിക്കയെ മനഃപൂർവ്വം ഇറാനുമായുള്ള യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു. ഇതാണ് അമേരിക്കയുടെ വലതുപക്ഷ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ടക്കർ കാൾസൺ പറഞ്ഞിരിക്കുന്നത്. പുള്ളി എക്സാക്ട്ലി പറഞ്ഞ വേർഡ്, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കായി അമേരിക്കയെ ഇറാനുമായുള്ള യുദ്ധത്തിലേക്ക് മനഃപൂർവ്വം വലിച്ചിഴച്ചു. ട്രംപിനെ പിന്തുണച്ചതിന് മാപ്പ്, അദ്ദേഹം രാജ്യത്തെ വഴിതെറ്റിക്കുന്നു. ഇതാണ് ടക്കർ കാൾസൺ പറഞ്ഞത്. ഈ ടക്കർ കാൾസൺ ഇങ്ങനെ പറഞ്ഞതിന് എന്തുകൊണ്ടാണ് ഇത്ര അധികം ഇമ്പോർട്ടൻസ് കിട്ടുന്നേ? ആരാ ഇങ്ങേര്? യഥാർത്ഥത്തില് ട്രംപ് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് മീഡിയയിൽ ഇത്ര അധികം പണിയെടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. അത്ര അധികം ഇസ്ലാമോഫോബിയയും അതേപോലെ തന്നെ ഡെമോക്രാറ്റുകൾക്ക് എതിരായിട്ടുള്ള വീഡിയോസും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും അമേരിക്കയിൽ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു യഥാർത്ഥത്തിൽ ടക്കർ കാൾസൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 2016 മുതൽ 2023 വരെ ഫോക്സ് ന്യൂസിലെ ടക്കർ കാൾസൺ ടുനൈറ്റ് എന്ന പരിപാടിയുടെ പ്രധാനപ്പെട്ട ഒരു ഈ പരിപാടി നടത്തിയിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇങ്ങേര് ഇതിലൂടെ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ട്രംപിനെയും അതേപോലെ തന്നെ ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിനെയായിരുന്നു. അത് മാത്രമല്ല, മുസ്ലിങ്ങള് അമേരിക്ക പിടിച്ചടക്കാൻ പോവുകയാണ്, മുസ്ലിങ്ങൾ വന്നിട്ട് ഈ പറയുന്ന ആൾക്കാരെല്ലാം കൊല്ലാൻ പോവുകയാണെന്നൊക്കെയുള്ള രീതിയിൽ കൂടുതൽ കണ്ടന്റുകള് ഈ സോഷ്യൽ മീഡിയയിലൂടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്ന, സോഷ്യൽ മീഡിയ അല്ല മെയിൻ സ്ട്രീം മീഡിയയിലൂടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ടക്കർ കാൾസൺ. ഇയാളാണ് ഇപ്പൊ വന്ന് പറയുന്നത് ഇതെല്ലാം ഇസ്രായേലിന്റെ പ്ലാൻ ആയിരുന്നു, ഇസ്രായേൽ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരുന്ന പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിരുന്നു ഇത്. ഇസ്രായേൽ ഈ പറയുന്ന അമേരിക്കൻ സൊസൈറ്റിക്ക് അകത്ത് ഒരു ഒടുക്കത്തെ സ്വാധീനമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കക്കോ ട്രംപിനോ പോലും ഇസ്രായേലിന്റെ ലോബിയിങ്ങിനെ തടയാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോ ടക്കർ കാൾസൺ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോ അതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇറാനുമായുള്ള യുദ്ധം അമേരിക്കയുടെ പരാജയമാണെന്നും ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കായി അമേരിക്കയെ യുദ്ധത്തിലേക്ക് മനഃപൂർവ്വം വലിച്ചിഴക്കുകയായിരുന്നുവെന്നും കാൾസൺ വിമർശിച്ചു. ലെബനനെതിരായിട്ടുള്ള മറ്റൊരു യുദ്ധത്തിന് ഇതിനെ മറയാക്കിയെന്നും അദ്ദേഹം വിമർശിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാ. അതായത് യഥാർത്ഥത്തിൽ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ലോകത്തിന് മനസ്സിലായതാണ് ആർക്കാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധം ചെയ്യേണ്ടത്. ട്രംപിനാണോ? അല്ല. അമേരിക്കക്കാണോ? അല്ല. പിന്നെ ആർക്കാ ഈ യുദ്ധം ആവശ്യമായിട്ടുള്ളത്? ആ യുദ്ധം ആവശ്യമായിട്ടുള്ളത് ഇസ്രായേലിന് മാത്രമാണ്. കാരണം ഗ്രേറ്റർ ഇസ്രായേലിന്റെ സ്വപ്നങ്ങൾക്ക് അന്ന്, അതായത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ ഗ്രേറ്റർ ഇസ്രായേലിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് തടയിട്ട് നിൽക്കുന്ന ഒരേ ഒരു രാജ്യം അത് ഇറാൻ മാത്രമാണ്. ഇറാൻ മിലീഷ്യകളെ സഹായിക്കുന്നുണ്ട്. ഇറാന്റെ ഉള്ളിലുള്ള പൗരന്മാർക്ക് എത്രത്തോളം ഫ്രീഡം കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ വേറെ കാര്യമാണെന്നുണ്ടെങ്കിൽ കൂടെ ചുറ്റുമുള്ള മനുഷ്യരെയും അതേപോലെ തന്നെ രാജ്യങ്ങളെയും രാജ്യങ്ങളായിട്ട് കാണാതെ അവരുടെ സോവറിനിറ്റിക്ക് ഒരു പുല്ല് വില കൊടുത്തിട്ട് അവിടെ പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആര് മാത്രമാണ്? ഇസ്രായേൽ മാത്രമാണ്. യുദ്ധത്തിലൂടെ ഒരു കാര്യം നേടാനാവില്ല, യുദ്ധം കൊണ്ട് ഒരു പരിഹാരമാവില്ല എന്ന് അമേരിക്ക മനസ്സിലാക്കേണ്ട സുപ്രധാനമായിട്ടുള്ള ടൈമാണ് ഇതൊന്നുകൂടെ ഈ ടക്കർ കാൾസൺ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പുള്ളിയുടെ ഒരു യൂട്ടേൺ ശ്രദ്ധിക്കണം. അതായത് ഇത്രയും കാലം എന്താണോ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതെല്ലാം ഈ പറയുന്ന ഇസ്രായേലിന്റെ പ്രൊപ്പഗണ്ടയാണ് എന്നുള്ളതാണ് ഇങ്ങേരുടെ പോഡ്കാസ്റ്റിലൂടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2023 ഫോക്സ് ന്യൂസിൽ നിന്നും പടിയിറങ്ങിയിട്ട് സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് പലതരത്തിലുള്ള പോഡ്കാസ്റ്റുകളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പോഡ്കാസ്റ്റുകളെല്ലാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഫോക്സ് ന്യൂസിൽ ഇരുന്ന കാലഘട്ടത്തിൽ, CNN അടക്കം ഇരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ എന്താണോ പറഞ്ഞത് അതെല്ലാം തെറ്റായിരുന്നു എന്ന് സമർത്ഥിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ എല്ലാ പുതിയ വീഡിയോസും. അപ്പൊ യഥാർത്ഥത്തില് ഈ പറയുന്ന BBC-യുടെ CNN ഒക്കെ റിപ്പോർട്ടുകൾ വന്നതുപോലെ തന്നെ ഈ പറയുന്ന യുദ്ധം യഥാർത്ഥത്തില് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഐഡിയ കൊടുത്തത് ഇസ്രായേലാണ്, ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഈ യുദ്ധം തുടങ്ങിയത് എന്ന് പറയുന്ന ആ ന്യൂസ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ലെജിറ്റിമൈസ് ചെയ്യുന്നുണ്ട് ഈ പുള്ളി.
അപ്പൊ ആ തലത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. ഇനി അമേരിക്കൻ സൊസൈറ്റിയിൽ ഇസ്ലാമോഫോബിയ പടർത്തിയതിനെ കുറിച്ചും ഇതേ മനുഷ്യൻ പറയുന്നുണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. അന്ന് ഇങ്ങേര് പറഞ്ഞതായിട്ട് ടക്കർ കാൾസൺ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാമും മുസ്ലിങ്ങളുമാണ് പ്രശ്നം, അവർ നമ്മെ കൊല്ലാൻ നടക്കുന്നുവെന്ന് ഞാൻ പല തവണ ടെലിവിഷനിലൂടെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇതെല്ലാം ഇസ്രായേൽ സൃഷ്ടിച്ച നുണകൾ, തുറന്നു പറഞ്ഞ് അമേരിക്കൻ മുൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ടക്കർ കാൾസൺ. ഇതെല്ലാം ഇസ്രായേല് പ്രചരിപ്പിച്ച നുണകളാണെന്നാ പറഞ്ഞേ. ആ നുണകളാണ് ഇങ്ങേര് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനില് ഒരു ന്യൂസ് ചാനലിൽ ഇരുന്നിട്ട് ഈ ലോകത്തോട് പ്രൊപ്പഗേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ന്യൂസ് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. 9/11 ശേഷം ഒട്ടനവധി നുണകളാണ് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചത്. ആഗോള ഇസ്ലാം അമേരിക്കയെ കീഴടക്കാനിരിക്കുകയാണെന്നും ലോകത്തെ 100 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങൾ നമ്മെ കൊല്ലാൻ നടക്കുകയാണെന്നും ആ നുണകളിലൂടെ ഇസ്രായേൽ അമേരിക്കക്കാരെ വിശ്വസിപ്പിക്കുകയായിരുന്നു. പ്രശ്നം ഇസ്ലാമാണ്, പ്രശ്നം മുസ്ലിങ്ങളാണെന്ന് ടെലിവിഷനിലൂടെ പല തവണ ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും ഭ്രാന്തന്മാരാണെന്നും 7-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ മുഹമ്മദ് നിർമ്മിച്ച ഒരു ചാവേർ കൾട്ടിന്റെ ഭാഗമാണെന്നും അവരെന്നും ഞാൻ വിശ്വസിച്ചു. ഞാൻ ഹിസ്റ്റീരിയ ബാധിച്ച തികച്ചും ഒരു ഭ്രാന്തനെ പോലെയാണ് അന്ന് സംസാരിച്ചത്. എന്നാൽ അതിൽ ഒരു കാര്യവും സത്യവുമില്ലായിരുന്നു, അതിൽ ഒന്നുപോലും സത്യമായിരുന്നില്ല, കാൾസൺ തുറന്നു പറഞ്ഞു. ഇതാണ് കാൾസൺ പറഞ്ഞത്. ഇസ്രായേലിനെ തിരുത്താൻ അമേരിക്കക്ക് കഴിഞ്ഞില്ല. അവരുടെ ബ്ലാക്ക് മെയിലിംഗും ഭീഷണികളും അമേരിക്കൻ ഭരണകൂടത്തിന്റെ ദൗർബല്യവും തന്നെ കാരണം. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ഇസ്രായേലിന് അമേരിക്കയെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞതിന് പിന്നിൽ ഒട്ടനവധി കാരണങ്ങളുണ്ട്. എന്നാൽ ആ കാരണങ്ങൾ എന്തു തന്നെയായാലും ആ ആധിപത്യത്തിന്റെ യുഗം ഇപ്പോൾ അവസാനിക്കുകയാണ്. ഇതാണ് പറയുന്നത്. അതായത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഇല്ലാതാവുന്നതും അവിടെ റിഫ്റ്റ് വീണതിനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ലോകത്ത് ഇസ്ലാമോഫോബിയ പടർത്താൻ വേണ്ടിയിട്ട് അമേരിക്ക എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അമേരിക്കൻ സൊസൈറ്റിയിൽ ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഹേട്രഡിനെതിരെയുള്ള നിയമങ്ങൾ അമേരിക്കയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊന്നും തന്നെ അത്രക്ക് അങ്ങ് പേശിയില്ല, അത് അത്ര തന്നെ അങ്ങ് ഏശിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം മറ്റേ ഇലോൺ മസ്കിന്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം. അപ്പോ ഇതിനെല്ലാം മുൻനിരയിൽ നിന്നിരുന്ന ഈ കാര്യങ്ങളെല്ലാം അമേരിക്കൻ സൊസൈറ്റിയിലോട്ട് ഇൻജക്ട് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഈ ടക്കർ കാൾസൺ എന്ന് പറയുന്നത്. അയാളാണ് ഇപ്പൊ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇസ്രായേല് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന നുണകളായിരുന്നു എന്നുള്ള കാര്യം. അത് മാത്രമല്ല, അമേരിക്കയെ ഈ പറയുന്ന ഏറ്റവും ദുഷ്കരമായിട്ടുള്ള വാറിലേക്ക് കൊണ്ടെത്തിച്ചതും ഇസ്രായേലാണ്. പക്ഷെ ഈ ആദ്യം പറഞ്ഞ കാര്യം അമേരിക്കയെ ഈ വാറിലോട്ട് എത്തിച്ചത് ഇസ്രായേലാണ് എന്നുള്ളത് ടക്കർ കാൾസൺ പറഞ്ഞിട്ട് വേണ്ട നമുക്ക് മനസ്സിലാവാൻ. അതല്ലാതെ തന്നെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് കിട്ടും. എപ്സ്റ്റീൻ ഫയലിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? ആരായിരുന്നു എപ്സ്റ്റീനെ ബാക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആരാണ്? ഈ എപ്സ്റ്റീനെ ബാക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് യഥാർത്ഥത്തിൽ എപ്സ്റ്റീൻ ലോക നേതാക്കളെ എങ്ങനെയാണ് ട്രാപ്പിലാക്കിയത്? ആ ട്രാപ്പും ആ ബ്ലാക്ക് മെയിലും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലും അതേപോലെ തന്നെ ഇസ്രായേൽ എപ്സ്റ്റീനിലൂടെ എങ്ങനെയൊക്കെയാണ് ലോകത്ത് ഇസ്രായേലിന്റെ കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പൊ എന്ത് ബ്ലാക്ക് മെയിലിന്റെ പേരിലാണെങ്കിൽ കൂടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വാറിലേക്ക് എത്തപ്പെട്ടത് ഈ ഇസ്രായേൽ തള്ളിവിട്ടതാണ്, ഇസ്രായേലിന്റെ ഹാഫ് കുക്ഡ് ആയിട്ടുള്ള ഐഡിയ കൊണ്ടാണെന്നുള്ളതാണ്. അപ്പൊ അത് ലോകത്തുള്ള ആളുകൾക്ക് മനസ്സിലാവുകയും ഇസ്രായേലാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യുന്ന സമയത്ത് അമേരിക്കൻ സൊസൈറ്റി ഒരു യൂ ടേൺ എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആ യൂ ടേൺ എടുത്തിട്ടുള്ള അതിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ഈ ടക്കർ കാൾസൺ എന്നുള്ളതാണ്. എന്നിട്ട് ഇപ്പൊ ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ്? അമേരിക്കയുടെ സഹായം വേണ്ട, അമേരിക്കയുടെ ആയുധങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ചിട്ടും നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങൾ വെച്ചിട്ടും നമ്മൾ ഇതിനെ നേരിടുന്ന പറയുന്നേ. അല്ലാതെ ഒരു ചർച്ചയിലൂടെ രണ്ട് രാജ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ള ഫോർമുലയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലെബനോനുമായിട്ടുള്ള ആക്രമണം അവസാനിപ്പിക്കുന്ന രീതിയിലേക്കോ ഇസ്രായേൽ എത്തുന്നില്ല. ഇസ്രായേലിന് ലോകത്ത് ഈ ഒരു ഏരിയയിൽ യുദ്ധം കാലാകാലങ്ങളായിട്ട് നിലനിന്ന് പോകണം എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിന്റെ ആവശ്യം. അങ്ങനെ തകരുന്ന രാജ്യങ്ങളെ ഇസ്രായേലിന്റെ ഭാഗമായി മാറ്റുകയും അതിന്റെ കൂട്ടത്തില് ഈ പറയുന്ന രീതിയിലേക്ക് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന സ്വപ്നം നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.
എന്നിരുന്നാൽ കൂടെ 2023 വരെ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷനിൽ നിന്നിട്ട് ഒരു ചാനൽ ഇരുന്നിട്ടാണ് ഈ ചങ്ങായി ഇത്രയും ഹേറ്റഡ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോ ഒരു കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പൊ അതിൽ നിന്നൊരു യൂ ടേൺ എടുത്ത് ഈ പറഞ്ഞതെല്ലാം ഇസ്രായേൽ പറഞ്ഞ നുണകളായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങേര് അന്ന് പ്രചരിപ്പിച്ചിട്ടുള്ള ആ ഹേട്രഡ് എത്ര പേരുടെ ഒപ്പീനിയൻസിനെ ചേഞ്ച് ആക്കിയിട്ടുണ്ടാവും, എത്ര പേരുടെ കാഴ്ചപ്പാടുകളെ വികലമാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും അതിന്റെ ഒരു ഗുണം? നുണ ലോകം സഞ്ചരിച്ച് വരുമ്പോഴേക്കുമാണ് സത്യം ചെരുപ്പിടുന്നേ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ചൊല്ല് അനർത്ഥമാവുന്ന രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ ടക്കർ കാൾസന്റെ കാര്യത്തിൽ മാറുന്നേന്നുള്ളതാണ്.